നെയ്യാറ്റിൻകര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത്. ഗോപന്റെ ആന്തരിക അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും തലയിലും ചെവിക്ക് പിന്നിലും ചതവുണ്ടെന്നും എന്നാൽ ആഴത്തിലുള്ള മുറിവുകളല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉദരത്തിൽ അസ്വാഭാവികമായ ഗന്ധമില്ലെന്നും ചെറുകുടൽ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താനായില്ലെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായ റിപ്പോർട്ടിനൊടുവിൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സാമ്പിളുകളും രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമായി ലഭിച്ച ചാരനിറത്തിലുള്ള പൊടിയും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഭസ്മം ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഗോപനെ സമാധി ഇരുത്തിയതെന്നായിരുന്നു മക്കൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ സാമ്പിളുകളാണ് വിശദ പരിശോധനയ്ക്ക് അയച്ചത്. അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റേത് മരണമല്ല, സമാധിയാണെന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഭഗവാന്റെ മുന്നിൽ നിന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല. സമാധി സ്ഥലം ഭക്തിമാർഗത്തിനു വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗത്തിനായി 2 പശുക്കളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തതായും കുടുംബം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.